ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ലഞ്ച് റെസിപ്പി ആയാലോ, ലഞ്ച് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവൻ ഡിന്നർ ആയിട്ട് പോലും നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാമേ. പച്ചക്കറികളൊന്നും ഇല്ലെങ്കിലും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഈ റെസിപ്പി തയ്യാറാക്കാൻ കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആണ്, കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടപ്പെടും. അപ്പോൾ മസ്റ്റ് ആയിട്ട് വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കണം. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കരുതേ. അപ്പം നമുക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാമേ. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണ് പെരിഞ്ജീരകമാണ് കേട്ടോ, അത് ഇട്ട് കൊടുക്കാമേ. അതെല്ലാം നല്ലോണം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ. അപ്പോൾ പേസ്റ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പേസ്റ്റ് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒരു 4 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലോണം ഒന്ന് ചതച്ചെടുത്തത് ഇതിലോട്ട് അങ്ങ് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാമേ. അതിനോടൊപ്പം തന്നെ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് നിറം മാറിയാൽ മതി കേട്ടോ. അതിൻ്റെ ഒരുപാട് നിറമൊന്നും മാറി വരണ്ട, ചെറുതായിട്ടൊന്ന് വഴണ്ടി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് വഴറ്റി വന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാമേ. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്കങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് നിറമൊന്നും മാറണ്ട, ചെറുതായിട്ട് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതിയേ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി കേട്ടോ, അതും ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ആഡ് ചെയ്യാമേ. അപ്പോൾ ഞാൻ ഒരു 2 ഉരുളക്കിഴങ്ങ് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാമേ. ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാമേ. വെജിറ്റബിൾസ് ഒന്നും ഇല്ലെങ്കിലും ഇതേപോലെ സവാളയും തക്കാളിയും ഒക്കെ നമ്മുടെ കയ്യിൽ എപ്പോഴും എന്തായാലും കാണുമല്ലേ. അപ്പോൾ അത് വെച്ച് തന്നെ നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കാം കേട്ടോ. വളരെ ടേസ്റ്റാണ്, ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാമേ. അപ്പോൾ എല്ലാം ഉരുളക്കിഴങ്ങെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാമേ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് 1 തൊട്ട് ഒരു 1.25 ടീസ്പൂൺ വരെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പൊടികളുടെയൊക്കെ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിക്കാം കേട്ടോ. വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാമേ. അപ്പോൾ ഞാൻ ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടല്ലോ, അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നടുക്ക് നമുക്ക് ചെറുതായിട്ടൊരു കുഴി എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 മുട്ട പൊട്ടിച്ച് ഒന്ന് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാമേ. ഇനി വെജിറ്റേറിയൻസ് ഒക്കെ ആണെങ്കിൽ ഈ മുട്ട ഒഴിക്കുന്നത് നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള പ്രൊസീജിയർ അതുപോലെ ചെയ്താൽ മതിയാകുകയെ. മുട്ട ഇടുമ്പോൾ ഒരു എക്സ്ട്രാ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ മുട്ട ഇട്ടതിന് ശേഷം വീണ്ടും നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ മുട്ട ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടുവേ. അപ്പോൾ കണ്ടല്ലോ, മുട്ട ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. മിക്സ് ചെയ്ത് കൊടുത്ത് ആ ചെറിയൊരു ഈർപ്പം ഉണ്ടല്ലോ, അതൊക്കെ നമുക്കൊന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബാച്ചിലേഴ്സിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. പെട്ടെന്നൊക്കെ ഓഫീസും ഒക്കെ വിട്ട് വരുന്നവർക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ച് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല കേട്ടോ. കാരണം അത്യാവശ്യം മസാലകളും കാര്യങ്ങളും എല്ലാം നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ വേറെ ഒരു സൈഡ് ഡിഷിൻ്റെ ആവശ്യം ഇതിലേക്ക് ഇല്ല കേട്ടോ.
അപ്പോൾ ഞാൻ ദാ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുട്ടയൊക്കെ നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഞാനിവിടെ വേവിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ 1 കപ്പ് ബസുമതി റൈസ് അരമണിക്കൂറോളം കുതിർത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാമേ. ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ കൂട്ടെല്ലാം ഈ റൈസിലോട്ടൊന്ന് പിടിച്ച് കിട്ടണേ. ആ തരത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് വീണ്ടും അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിക്കാം കേട്ടോ. അപ്പോഴത്തേക്കും ഈ റൈസിലോട്ട് ആ മസാലയും ടേസ്റ്റും എല്ലാം ഒന്ന് പിടിച്ച് കിട്ടുമല്ലോ. പിന്നെ ഈ റൈസ് വേവിച്ച സമയത്ത് ഞാൻ ഉപ്പിട്ടിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എക്സ്ട്രാ ഉപ്പ് ആഡ് ചെയ്യാത്തത്. നേരത്തെ നമ്മൾ സവാള വഴറ്റിയ സമയത്തും ഉപ്പ് ആഡ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതിയാവുകയെ. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് വേവിക്കാം കേട്ടോ. അപ്പോഴത്തേക്കും ഈ റൈസിലോട്ട് ആ കൂട്ടെല്ലാം ഒന്ന് പിടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കറി, ഒരു ലഞ്ചോ ഡിന്നറോ ബ്രേക്ക്ഫാസ്റ്റോ ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞും ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല മണമാണ്, സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഫൈനലായിട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതോടെ ഞാൻ അത് ഇട്ടുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ഒന്ന് തൂവി കൊടുത്തോളൂ കേട്ടോ. അപ്പം അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പച്ചക്കറികളൊന്നും ഇല്ലാത്ത സമയത്ത് ബാച്ചിലേഴ്സിനും ഒക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സൂപ്പർ റെസിപ്പിയാണ്. മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കണം. ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസ്, അടിപൊളിയായിട്ടുള്ള റെസിപ്പീസ് ഒക്കെയാണ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ താങ്ക്